രാഷ്ട്രീയ കേരളം ഇന്ന് വരെ കാണാത്തൊരു കൊടുങ്കാറ്റിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് നമ്മൾ. ഡൽഹിയിലെ അധികാര ഇടനാഴികളിൽ ഇപ്പോൾ ഒരു പദ്ധതി തയ്യാറായി കഴിഞ്ഞു. ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ: ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ താമര പൂത്തുലയിക്കണം. ഇത്തവണ കളി മാറുകയാണ്. വെറുമൊരു തിരഞ്ഞെടുപ്പ് ഗോതയല്ല ഇത്. സാക്ഷാൽ അമിത്ഷാ തന്നെ നേരിട്ട് കളത്തിലിറങ്ങുന്നു. സ്ഥാനാർത്ഥി നിർണയം മുതൽ ഓരോ ബൂത്തിലെയും തന്ത്രങ്ങൾ വരെ ഷായുടെ വിരൽത്തുമ്പിലാകും ഇന്ന് നടക്കാൻ പോകുന്നത്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം കേരളത്തെ കൊള്ളയടിക്കുന്നത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഈ ബോധ്യത്തിൽ നിന്നാണ് ബി ഒരു വമ്പൻ നീക്കം നടത്താൻ പോകുന്നത്. എന്താണ് അമിത്ഷായുടെ ആ പ്ലാൻ? വി മുരളീധരൻ കഴക്കൂട്ടത്ത് തന്നെ ഇറങ്ങുമോ? ശബരിമലയും സ്വർണ്ണക്കടത്തും എങ്ങനെ തിരഞ്ഞെടുപ്പിനെ ബാധിക്കും? മോദിയുടെ കേരള സന്ദർശനത്തിന് പിന്നിലെ രഹസ്യം എന്താണ്? ഇന്ത്യയൊട്ടാകെ ചർച്ചയാകാൻ പോകുന്ന കേരളത്തിലെ ഈ വമ്പൻ രാഷ്ട്രീയ അടിച്ചുപണിയുടെ പൂർണ്ണ രൂപം അറിയാൻ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മോഡേൺ ചാണക്യൻ എന്ന് വിളിക്കപ്പെടുന്ന അമിത്ഷാ കേരളത്തിലേക്ക് ശ്രദ്ധ തിരിക്കുവാൻ അതിന് പിന്നിൽ വ്യക്തമായ കണക്കുകൂട്ടലുകളുണ്ട്. ഇത്രയും കാലം കേരളം ബി ഒരു കീറ മുട്ടിയായിരുന്നു. എന്നാൽ ഇത്തവണ സ്ഥിതി വ്യത്യസ്തമാണ്. അമിത്ഷാ നേരിട്ട് ഭരണ സാരഥ്യം ഏറ്റെടുക്കുന്നതോടെ കേരളത്തിലെ ബി ക്യാമ്പ് വലിയ ആവേശത്തിലാണ്. മുമ്പത്തെ പോലെ പ്രാദേശിക നേതാക്കളുടെ മാത്രം തീരുമാനങ്ങളല്ല ഇന്ന് നടപ്പിലാകുന്നത്. ഓരോ മണ്ഡലത്തിലും ആര് മത്സരിക്കണം, ആർക്ക് വിജയിക്കാൻ സാധ്യതയുണ്ട് എന്നതിനെ കുറിച്ചൊക്കെ ഡൽഹിയിൽ നിന്നുള്ള പ്രത്യേക നിരീക്ഷകർ റിപ്പോർട്ടൊക്കെ നൽകി കഴിഞ്ഞു. 50 ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ 2 ആഴ്ചയ്ക്കുള്ളിൽ കണ്ടെത്താനാണ് ഷാ നൽകിയിരിക്കുന്ന ഉത്തരവ്, അല്ലെങ്കിൽ അന്ത്യശാസനം എന്ന് തന്നെ പറയാം. ഇതിന്റെ അർത്ഥം പാർട്ടിക്ക് അതീതമായി ജനപ്രീതിയുള്ള പ്രമുഖ വ്യക്തികളും സെലിബ്രിറ്റികളും ഇത്തവണ പട്ടികയിൽ ഇടം പിടിക്കുമെന്നാണ്. ബി ശ്രദ്ധാകേന്ദ്രമായ 10ഓളം മണ്ഡലങ്ങളാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. തിരുവനന്തപുരം സെൻട്രൽ, നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, ആറ്റിങ്ങൽ, കാട്ടാക്കട എന്നിവയെല്ലാം തെക്കൻ കേരളത്തിൽ വിജയക്കൊടി പാറിക്കാൻ ഉറപ്പിച്ചവയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴക്കൂട്ടാണ്. കേന്ദ്രമന്ത്രി വി മുരളീധരൻ തന്നെ അവിടെ മത്സരിക്കുമെന്നാണ് ഉറപ്പായിരിക്കുന്നത്. കഴിഞ്ഞ തവണ കൈവിട്ടു പോയ വിജയം ഇത്തവണ തിരിച്ചു പിടിക്കാൻ മണ്ഡലത്തിൽ നേരത്തെ തന്നെ ഗ്രൗണ്ട് വർക്ക് ഒക്കെ തുടങ്ങാൻ ഷാ നിർദ്ദേശിച്ചിട്ടുമുണ്ട്. വടക്കോട്ടേക്ക് പോയാൽ മഞ്ചേശ്വരവും പാലക്കാടും ബി ഉറച്ച പ്രതീക്ഷകളാണ്. പ്രത്യേകിച്ചും പാലക്കാട് ഇത്തവണ അട്ടിമറി വിജയം ബി സ്വപ്നം കാണുന്നുണ്ട്. മറ്റൊരു നിർണായക നീക്കം മലമ്പുഴയിലാണ്. സി കൃഷ്ണകുമാറിനെ തന്നെ അവിടെ പരീക്ഷിച്ച് ഇടതുകോട്ട് തകർക്കുക എന്നതാണ് ലക്ഷ്യം. ചെങ്ങന്നൂരും കായംകുളവും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം ലക്ഷ്യമിട്ടുള്ള തന്ത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. പിണറായി സർക്കാരിന്റെ അഴിമതി ഭരണത്തിനെതിരെയുള്ള ജനരോഷം ബി ആയുധമാക്കാൻ പോവുകയാണ്. സ്വർണ്ണക്കടത്ത് കേസ് മുതൽ ശബരിമലയിലെ ആചാര ലംഘനം വരെ ഓരോ വീടുകളിലും ചർച്ചയാക്കാൻ ഹൈടെക് സംവിധാനങ്ങളാണ് ഷാ വിഭാവനം ചെയ്തിരിക്കുന്നത്. പിണറായിയുടെ കൊള്ളക്കാരുടെ ഭരണകൂടം ഈ മുദ്രാവാക്യമായിരിക്കും. വരും ദിവസങ്ങളിൽ കേരളത്തിൽ മുഴങ്ങാൻ പോകുന്നത് ഇത് തന്നെയാണ്. വഖഫ് വിഷയം മുതൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന ആശങ്കകൾ വരെ ബി ചർച്ചാ വിഷയങ്ങളിൽ പ്രധാനമാണ്. പ്രത്യേകിച്ചും ശബരിമലയിലെ ആചാരങ്ങൾ തകർക്കാൻ ശ്രമിച്ചവർക്കും ക്ഷേത്ര സ്വത്തുക്കൾ കൊള്ളയടിക്കുന്നവർക്കുമുള്ള മറുപടി ഈ തിരഞ്ഞെടുപ്പിലൂടെ നൽകണമെന്ന് ബി ആഹ്വാനം ചെയ്യുന്നു. അമിത്ഷായുടെ മറ്റൊരു മാസ്റ്റർ പ്ലാൻ പ്രായപരിധി കഴിഞ്ഞ നേതാക്കളെ മാറ്റി നിർത്തുക എന്നതാണ്. 70 വയസ്സ് കഴിഞ്ഞ പല മുതിർന്ന നേതാക്കളും ഇത്തവണ മത്സരരംഗത്ത് ഉണ്ടാകില്ല. അവർക്ക് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ചുമതലയായിരിക്കും നൽകുക. പകരം ഊർജ്ജസ്വലരായ യുവാക്കൾക്കും യുവതികൾക്കും മുൻഗണന നൽകും. ഇന്ത്യ ഒരു യുവത്വത്തിന്റെ രാജ്യമാണ്. ആ മാറ്റം കേരളത്തിലും കൊണ്ടുവരാൻ ബി ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബി മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്നും കൂടുതൽ സ്ഥാനാർത്ഥികളെ ഇത്തവണ അവതരിപ്പിക്കും. കേരളത്തിന്റെ സാമൂഹിക പശ്ചാത്തലത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു വികസന കാഴ്ചപ്പാടാണ് ബി മുന്നോട്ട് വെക്കുന്നത്. മോദി സർക്കാർ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലെ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ ഇവർക്ക് സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിൽ എത്തുന്നത് വെറുമൊരു ഔദ്യോഗിക സന്ദർശനത്തിനല്ല. കേരളത്തിലെ ബി യുദ്ധകാഹളം മുഴക്കാനാണ് അദ്ദേഹം വരുന്നത്. ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കാനുള്ള യാത്രയിൽ കേരളം എന്തുകൊണ്ട് പിന്നിലായി പോകുന്നു എന്ന ചോദ്യം അദ്ദേഹം ജനങ്ങൾക്ക് മുന്നിൽ ഉന്നയിക്കും. മോദി പ്രഭാവം കേരളത്തിലെ നിഷ്പക്ഷ വോട്ടർമാരെ സ്വാധീനിക്കുമെന്നാണ് അമിത്ഷാ കണക്ക് കൂട്ടുന്നത്. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള ഹൈടെക് പ്രചാരണമാണ് ഇത്തവണ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോഷ്യൽ മീഡിയയും ഡാറ്റ അനലിറ്റിക്സും ഉപയോഗിച്ച് ഓരോ വോട്ടറെയും നേരിട്ട് സ്വാധീനിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള വിപുലമായ സംവിധാനങ്ങൾ ബി ഇതിനോടകം തന്നെ സജ്ജമാക്കിയിട്ടുമുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ ചിത്രം മാറുകയാണ്. ഇത് വെറുമൊരു LDF UDF പോരാട്ടമല്ല. ഇത് മാറ്റത്തിന് വേണ്ടിയുള്ള ജനങ്ങളുടെ പോരാട്ടമാണ്. അമിത്ഷാ എന്ന തന്ത്രശാലിയുടെ മേൽനോട്ടത്തിൽ നരേന്ദ്രമോദിയുടെ വികസന സ്വപ്നങ്ങളുമായി ബി വരുന്നത് കേരളത്തെ ഒരു പുതിയ ദിശയിലേക്ക് നയിക്കാൻ തന്നെയാണ്. എന്തായാലും ഇവിടെ
ദശാബ്ദങ്ങളായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന ഇടത് വലത് മുന്നണികളുടെ ആസൂത്രിതമായ രാഷ്ട്രീയ നാടകങ്ങൾക്കും അഴിഞ്ഞാട്ടങ്ങൾക്കും അന്ത്യം കുറിക്കാനുള്ള സമയമാണിത്. അമിത്ഷായുടെ ഈ നേരിട്ടുള്ള ഇടപെടൽ വെറുമൊരു തിരഞ്ഞെടുപ്പ് തന്ത്രമല്ല, മറിച്ച് കേരളത്തെ രക്ഷിക്കാനുള്ള ഒരു അനിവാര്യമായ വിപ്ലവമാണ്. ഇത്രയും കാലം നമ്മൾ കണ്ടത് എന്താണ്? പകൽ സമയം പരസ്പരം കൊലവിളിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്യുന്ന LDFും UDFും രാത്രികാലങ്ങളിൽ ഒരേ മേശയ്ക്ക് ചുറ്റുമിരുന്ന് അഴിമതിയുടെയും കൊള്ളയുടെയും പങ്ക് പറ്റുന്ന കാഴ്ചയല്ലേ നമ്മൾ കണ്ടത്? കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർത്ത് കടക്കണിയിലാക്കി വരും തലമുറയുടെ ഭാവി പോലും പണയം വെച്ചിരിക്കുന്ന പിണറായി ഭരണകൂടത്തിന്റെ അഴിഞ്ഞാട്ടം ഇനി അനുവദിക്കാനാകില്ല. എത്രയാണെന്ന് വെച്ചിട്ടാണ് നമ്മൾ സഹിക്കുക? സ്വർണ്ണക്കടത്തുകാരെയും കൊട്ടേഷൻ സംഘങ്ങളെയും താലോലിക്കുന്ന ഈ ഭരണകൂടം ജനങ്ങളെ വിഡ്ഢികളാക്കി കൊള്ളയടിക്കുകയാണ്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം കേരളത്തെ ഒരു ക്രിമിനൽ താവളമാക്കി മാറ്റിയെന്ന് ഓരോ മലയാളിയും ഇന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. കേന്ദ്രത്തിന്റെ വികസന പദ്ധതികൾ കേരളത്തിന്റെ പടിവാതിക്കൽ എത്തുമ്പോൾ അവ തടഞ്ഞു നിർത്തുകയും വിലാസം മാറ്റി സ്വന്തം പേരിലാക്കാൻ ശ്രമിക്കുകയും പിണറായിയുടെ ഫോട്ടോ വെച്ച് ഒട്ടിച്ച് നമ്മൾ പറ്റിക്കുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പ് ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഭാരതം എന്ന ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുമ്പോൾ വികസനത്തിന്റെ കാര്യത്തിൽ കേരളം മാത്രം എന്തുകൊണ്ട് പിന്നോട്ട് പോകണം? നരേന്ദ്രമോദിയുടെ കരുത്തുറ്റ നേതൃത്വത്തിന് കീഴിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ കേരളത്തിലെ ഓരോ ഗ്രാമത്തിലും എത്തിക്കാൻ BJPക്ക് മാത്രമേ സാധിക്കൂ. ഇത്രയും കാലം മാറി മാറി ഭരിച്ച ഇരു മുന്നണികളും കേരളത്തിലെ യുവാക്കളെ തൊഴിലില്ലായ്മയിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ നാടുകടത്തുകയാണ്. അതല്ലേ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ മക്കളൊക്കെ എന്തുകൊണ്ട് ഇവിടെ നിൽക്കുന്നില്ല? എന്നാൽ അമിത്ഷായുടെ മേൽനോട്ടത്തിൽ ഒരുങ്ങുന്ന ഈ മിഷൻ കേരളം യുവാക്കൾക്ക് പുതിയ പ്രതീക്ഷ നൽകുന്നു. ശബരിമലയിലെ വിശ്വാസികളെ ലാത്തിക്കൊണ്ട് നേരിട്ടവർക്കും പാവപ്പെട്ടവരുടെ റേഷൻ വിഹിതം പോലും തട്ടിയെടുത്തവർക്കും കാലം കാത്തുവച്ച തിരിച്ചടിയാണിത്. ഈ തിരഞ്ഞെടുപ്പ് കേരളത്തിലെ ജനങ്ങളും കൊള്ളക്കാരായ ഭരണാധികാരികളും തമ്മിലുള്ള പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ സത്യം ജയിക്കും, വികസനം ജയിക്കും. അമിത്ഷാ എന്ന ചാണക്യന്റെ തന്ത്രങ്ങൾ കേരളത്തിലെ മണ്ണിൽ വേരോടുമ്പോൾ ഇടത് വലത് കോട്ടകൾ തകർന്നു വീഴുക തന്നെ ചെയ്യും. കൊള്ളയടിയുടെയും അഴിമതിയുടെയും ഈ ഇരുണ്ട കാലം അവസാനിക്കാൻ പോവുകയാണ്. ഭാരതത്തിന്റെ ഭാഗതയും മാറ്റിക്കുറിച്ച മോദി പ്രഭാവം കേരളത്തിലും താമര വിരിയിക്കും. ഇത് വെറുമൊരു മാറ്റമല്ല, ഇതൊരു പുനർജന്മമാണ്. അഴിമതി മുക്തമായ വികസന കാഴ്ചപ്പാടുള്ള ഒരു നവകേരളം കെട്ടിപ്പടുക്കാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. കേരളം ഇനി മാറുകയാണ്. ഭാരതം ഒന്നടങ്കം ആ മാറ്റത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതെ, കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ്. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ ഒരു പുതിയ മാറ്റത്തെ, ഈ ഒരു അമിത്ഷായുടെ നീക്കത്തെ നിങ്ങൾക്കൊരു പ്രതീക്ഷയായി തോന്നുന്നില്ലേ? കേരളം മാറും, ഒരു മാറ്റത്തിന്റെ കാറ്റ് ഇവിടെ വീശിയടിക്കും എന്നൊരു പ്രതീക്ഷ നിങ്ങൾക്കുള്ളിലില്ലേ? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ പ്രതീക്ഷകൾ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.